ലേനന്റെ പൊതുവെ കണ്ടുവരുന്നതാണ് ലേന പേജന്റ് ഷോസിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പം ലേനന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകൾ വരാറുണ്ട്. ലേന എന്ന് പറയുന്ന ഒരാൾ എന്തിട്ട് കഴിഞ്ഞാലും നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം, നീ എന്തിനാണ് ഇങ്ങനെ വന്ന് നിന്ന് ചെയ്യുന്നത്, നിനക്ക് വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എന്താണ് ലേനയ്ക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ എനിക്കത് ഓക്കെ എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇടുന്നത്. ഞാനത് ഫുൾ എക്സ്പോസ്ഡ് ആയിട്ടോ അങ്ങനത്തെ ടൈപ്പോ അല്ല. ഒന്നാമത് ഞാൻ ചെറിയ ആളാണ്. പലരും എൻ്റെ വീഡിയോ കണ്ടു നേരിട്ടാകുമ്പോൾ ഇത്ര ചെറുതാണോ, എനിക്കത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇപ്പൊ കറന്റ്ലി ആണെങ്കിൽ പോലും ഞാൻ ജീൻസ് ഇട്ടിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തു. അതിൽ ഞാൻ ഈ മെലിഞ്ഞോണ്ട് തന്നെ ജീൻസിന്റെ പല സ്ഥലങ്ങളും ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് തന്നെ ബോഡി ഷേമിംഗ് എന്നുള്ള രീതിയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട്. ലേന എങ്ങനെയാണ് അതിനൊക്കെ ഡീൽ ചെയ്യുന്നത്? കുറെയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ ചിലർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന, സത്യം പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ 7-ോ 8-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ്. എന്താണ് ആ കുട്ടിയോട് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫുൾ ഓഫ് എന്തോ എന്നോട് വലിയ വൈരാഗ്യമുള്ള പോലെ. എന്നാൽ പേഴ്സണലി ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ല, ഒന്നുമില്ല. എന്നിട്ട് അതിൻ്റെ അടിയിൽ വേറെ അതിനെ സപ്പോർട്ട് ചെയ്തു കുറേ പേര്. എന്താ പറയാ, അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണോ അതെന്ന് തോന്നിപ്പോവും. കാരണം അതുപോലെയാണ് ആ കുട്ടി പറയുന്നത്. ഭയങ്കര നെഗറ്റീവായിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണ് ഒരു പരിധിവരെ. ഞാൻ അതായത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കുറച്ച് റീച്ച് ആയിട്ടുള്ള ആളുകളോടോ ഞാൻ സംസാരിക്കുമ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡിമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിനോട് എങ്ങനെയാണ് ലേന പ്രതികരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ അതിന് തുള്ളാറേ ഇല്ല. പിന്നെ ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരൊക്കെ അവരുടെ റൂമിലിരുന്ന് മൊബൈൽ എടുത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിതാക്കുന്നു. പക്ഷെ ഞാൻ അതിനനുസരിച്ച് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. അവർ ഈ റൂമിൽ ഇരിക്കുകയാണ്, പക്ഷെ ഞാൻ പബ്ലിക്കലി കുറച്ചും കൂടെ ഫെമിലിയർ ആവാൻ നിൽക്കണു. അതൊക്കെ അതെ. ഇപ്പം ലേന എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയുന്ന രീതിയിലോട്ടായി. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളാണേലും ഒരുമിച്ച് പോകുന്ന സമയത്താണ് ലേന ഐസ് കുറുപ്പല്ലേ എന്ന് ചോദിച്ചിട്ട് പലരും സെൽഫി എടുക്കുന്നു. പക്ഷേ ബിഹൈൻഡ് ദ സീൻ ഇവര് വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് കമന്റ് ആണ് പൊതുവായിട്ട് മിക്കവാറും വരും. എന്നുവെച്ചാൽ ഞാനിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും പലരും ഇപ്പോഴും ഞാൻ പല്ല് വിറ്റ് ജീവിക്കുകയാണ്, തല്ല് വിറ്റിട്ടാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കണത്, എങ്ങനെയാ ഇപ്പൊ വീട്ടിലെ ലക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ചാക്കിലൊക്കെയാണ് ലക്ഷങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ഇതും വെച്ചിട്ട് ഞാൻ ആരുടെയും 100 രൂപ പോലും വാങ്ങിയിട്ടില്ല. കാരണം ആളുകൾക്ക് എങ്ങനെയെങ്കിലും ലേനയെ തകർക്കണം, ലേന ഇനി വരരുത് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇവർക്കെല്ലാം ഒരു വമ്പൻ മറുപടി ആയിട്ടാണ് ലേന മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പഴയ ലേനയിൽ നിന്ന് ഒരുപാട് ബോൾഡ് ആയിട്ടുള്ള, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് എനിക്ക് ഇന്ന് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. വെറും 22 വയസ്സ് മാത്രമേ ലേനയ്ക്കുള്ളൂ. അപ്പോഴും ഇത്രയും മെന്റലി സ്ട്രോങ് ആയിട്ടാണേലും ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നിൽക്കുന്ന ഒരു ലേന ശരിക്കും ഒരുപാട് ലേഡീസിന് മോട്ടിവേഷൻ ആണ്. ഇപ്പം റീസെന്റ് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു, ഒട്ടും മെന്റലി സ്ട്രോങ് അല്ലാതെ സൂയിസൈഡ് ചെയ്തു. അപ്പം അതുപോലെ ചിന്തിക്കുന്ന ആളുകളോട് എന്താ എനിക്ക് പറയാനുള്ളത്? ഞാനും അങ്ങനത്തെ സ്റ്റേജ് ഒരുപാട് എന്താ പറയാ ഫേസ് ചെയ്തിട്ടുള്ളതാ. കറന്റ്ലി ഇപ്പോഴാണെങ്കിൽ പോലും. കാരണം അമ്മയുടെ ഇങ്ങനെ ഈ അസുഖം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, അല്ല എൻ്റെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ, കാരണം എവിടെ ചെന്നാലും ഇപ്പം നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ നമുക്കുണ്ടാവും ഉള്ളിലൊരു വിഷമം. അപ്പം അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എന്തിനു. പക്ഷെ നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കും നമ്മൾ ചിന്തിച്ചത് ഭയങ്കര മണ്ടത്തരാന്ന്. കാരണം ആ ഒരു നിമിഷം കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ കുറേ അച്ചീവ്മെന്റ്സ് നമുക്കുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് കളയരുത്. പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു, പിന്നെയും ലൈഫ് നമുക്ക് ബാക്കിയുണ്ട്. ലേന പറയുമ്പോഴും ലേനയുടെ കണ്ണ് നിറയുന്ന ഒരു ഇതെനിക്ക് മനസ്സിലാകും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഒരു കമന്റ് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഞാനും ഉത്തരം കൊടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് സങ്കടമായിട്ടുണ്ട്. എങ്ങനെയാ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത്രയും സ്ട്രോങ് ആയവർക്ക് മാത്രമേ അത്രയും കമന്റ്സ് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആകെ ഇടുന്ന ഫുഡ് കഴിക്കണതോ അല്ലെങ്കിൽ ചുമ്മാ ഫ്രണ്ടുമായിട്ട് പുറത്തു പോകുന്ന സാധനമൊക്കെ ആയിരിക്കും ഇടുന്നത്. അതിന് പോലും നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. പിന്നെ ലേനയോട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നാട്ടിലെ ഒരു
എന്ന് വെച്ചാൽ തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. അവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെ ലേന പുറത്തൊക്കെ പോകുമ്പോൾ? എൻ്റെ വീടിൻ്റെ അവിടെ ഇപ്പം എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം അടുത്ത് തന്നെ ഞാനിപ്പോൾ ഒരു ഹൈ കെയർ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ പോവാ. ഇതൊക്കെ പറയണ്ടേ, ഇതൊക്കെ നമ്മുടെ ഇവിടെ ഫ്ലെക്സ് ആക്കി വെക്കേണ്ടതാണ്. കാരണം ഈ നാട്ടിൻപുറത്തുനിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പുറത്തൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ആളുകൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? നാട്ടിൻപുറത്തെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നേ? ഇല്ല, ഇത്ര കുഴപ്പമൊന്നുമില്ല. കാരണം അറിയാം അവർക്ക് ഞാൻ എവിടേക്കാ പോകുന്നത്, എന്താ ചെയ്യുന്നത് എല്ലാം എല്ലാം അറിയാം.